നീ കടന്നു പോകുന്ന ഏത് സാഹചര്യം ദൈവവചനം ഇങ്ങനെ പറയുന്നു, നീ വെള്ളത്തിൽ കൂടി പോയാൽ അതിനെ മുട്ടുകയില്ല, നീ തീയിൽ കൂടി പോയാൽ അതിനെ ദഹിപ്പിക്കാൻ നീ വെന്തു പോകുകയില്ല. ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന നിന്റെ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു പക്ഷേ നമ്മൾ പല സന്ദർഭങ്ങളിലും ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ കൂടി, പരിശോധനകളിൽ കൂടി, പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകും. എന്നാൽ ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മൾ ധൈര്യത്തിനായിട്ട് ഓർപ്പിക്കുകയാണ്. യാക്കോബേ, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചവനാണ്, എനിക്ക് നിന്റെ പേരറിയാം, നീ ആരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സമാനമായിട്ട് ദൈവം മാത്രമേ. ആവർത്തന പുസ്തകത്തിൽ 33-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ ദൈവം. ഇത് പകൽക്കാൽ ദൈവത്തിന് സമാനമായിട്ട്, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് സമാനമായിട്ട് പറയുവാൻ മറ്റൊരു ദൈവമില്ല. ആ ദൈവത്തിൽ അധികാരങ്ങൾ അടങ്ങി. അവിടുത്തെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കൊല്ലുവാൻ എന്നുള്ളതറിയാം, അവന് അധികാരം, ജീവിപ്പിക്കുവാൻ ദൈവത്തിന് അധികാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. തകർക്കുവാൻ ദൈവത്തിന് അധികാരമുണ്ട്. അതേ വാക്യത്തിൽ തന്നെ പറയുന്നു, സൗഖ്യമാക്കുവാൻ ദൈവത്തിന് അധികാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നീ അനുഭവിക്കുന്ന സാഹചര്യം എന്തായിരുന്നാലും അതിന്റെ അധികാരമുള്ള, അതിന് സമാനമായിട്ട് മറ്റൊരു ദൈവമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ജീവിതത്തിൽ തകർച്ച നേരിടുന്നെങ്കിൽ നിന്നെ കെട്ടുപണിയുവാൻ ദൈവത്തിന് കഴിയും. നീ രോഗിയാണെങ്കിൽ നിന്നെ സൗഖ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും. നീ മരിക്കുന്നു നിനക്ക് തോന്നുന്നെങ്കിൽ നിന്നെ ജീവിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ഈ അധികാരമെല്ലാം അടങ്ങിയിരിക്കുന്ന, ഈ അധികാരമെല്ലാം കൈകൾ വഹിച്ചിരിക്കുന്ന സർവശക്തനായ ദൈവമാണ് എന്ന് പകൽക്കാലം നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം. തനിക്ക് തുല്യനായിട്ട് പറയുവാൻ മറ്റൊരു ദൈവം ഇല്ല. ദൈവത്തിന്. അതുകൊണ്ടാണല്ലോ മോശ ആവർത്തന പുസ്തകത്തിന് 33-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, എവർലാസ്റ്റിംഗ് ഗോഡ് ഈസ് തൈ റെഫ്യൂജ്. പുരാതനായ ദൈവം നിന്റെ സങ്കേതം. എവർലാസ്റ്റിംഗ് ഗോഡ് ഈസ് യുവർ റെഫ്യൂജ്. ഹല്ലേലൂയ. അവൻ എന്തെന്നറിയാമോ? നിന്റെ കീഴെ ശാശ്വത ഭുജങ്ങളെ വെച്ചിരിക്കും. കാലം താഴുമെന്ന്, വീഴുമെന്ന്, പരാജയപ്പെടുമെന്ന് നീ ചിന്തിക്കുന്ന സ്ഥാനത്ത് നിന്റെ കീഴെ ശാശ്വത ഭുജങ്ങൾ വഹിച്ച് നിന്നെ നിലനിർത്തിയിരിക്കുന്ന ദൈവമാണ്. ഇത് പകൽക്കാലം ഞാൻ നിങ്ങൾ നിലനിൽക്കുന്നത്, ഞാൻ നിങ്ങൾ പകൽക്കാലം സ്വന്തം വിജയാളിയായി നിൽക്കുന്നതിന്റെ കാരണം നമ്മുടെ കീഴെ ദൈവം വെച്ചിരിക്കുന്ന ശാശ്വത ഭുജമാണ്. അത് നമ്മൾ മറക്കരുത്. ദൈവത്തിന്റെ സ്തോത്രം. അവന്റെ ശാശ്വത ഭുജങ്ങളിൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ സുരക്ഷിതരാണ്. അവന്റെ ശാശ്വത ഭുജങ്ങളിൽ നമ്മൾ ഇന്ന് പകൽക്കാലം ജീവിക്കുകയാണ്. അവന്റെ ശാശ്വത ഭുജങ്ങളാൽ ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് മുഴുവനും സൗഖ്യം നൽകുകയാണ്. ദൈവം നമ്മുടെ സങ്കേതം ആകുന്നു. ഇന്ന് പകൽക്കാലം ഒന്നിനെ കുറിച്ച് നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ വാദം പറയുന്ന അവൻ തന്റെ ദൂതന്മാരെ എന്ത് ചെയ്യുന്നറിയാമോ? നമുക്ക് angels around us. He sent his angels, hallelujah, around you. The angels going to be encamped around you. Amen. Hallelujah. അവൻ തന്റെ ദൂതന്മാരെ എന്തിനാ നമുക്ക് ചുറ്റും കാവലാക്കിയിരിക്കുകയാണ്. Praise the Lord. Hallelujah. പല സന്ദർഭങ്ങളിലും എനിക്കും അത് അനുഭവിക്കുവാൻ കഴിയും. Amen. Praise the Lord. Hallelujah. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ദിവസം 183 കൂടി ഒരു 60-65 മൈൽ സ്പീഡിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ മിഡിൽ ലൈനിൽ വെച്ച് എന്റെ വണ്ടി അവിടെ നിന്നുപോയി. കംപ്ലീറ്റ് നിന്നുപോയി. ധാരാളം വണ്ടി പുറകെ വരുന്നു. എന്താ സംഭവിച്ചത് എനിക്കറിയത്തില്ല. പക്ഷേ
ആ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് ലൈനിൽ നടക്കുന്നത്. എന്നാൽ ദൈവം എന്തെന്നറിയാമോ? ഒരാപത്തും കൂടാതെ. ഇതുപോലെയുള്ളതിനാണ് നമ്മൾ പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ കഴിവ്, നമ്മുടെ ശക്തി, നമ്മുടെ സൂക്ഷിപ്പ്, ഹല്ലേലൂയ, നമ്മുടെ പരിപാലനം, ഇതൊന്നും സ്തോത്രം ഹല്ലേലൂയ ഫലവത്തായി തീരാത്ത സ്ഥാനത്ത് നമ്മൾ നമ്മൾ ഹല്ലേലൂയ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഉപരിയായി തന്റെ ദൂതന്മാരെ നമുക്ക് ചുറ്റും കാവലാക്കി ഹല്ലേലൂയ അനുഭവിച്ച ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്ന പലരും. കടന്നുപോയ പല സന്ദർഭങ്ങളിലും ഇതുപോലെ ദൈവം തന്റെ ദൂതന്മാരെ അയച്ചു വിടുവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ മൗനമായിരിക്കാതെ ദൈവം നമ്മെ വിടുവിച്ച ആ ദൈവിക വിടുതലുകളെ ഓർത്ത് അല്ലെങ്കിൽ നമ്മളിവിടെ കാണുകയായിരുന്നു. ഇന്ന് വൈകാലം യാഥാർത്ഥയിൽ നമ്മളുണ്ടായിരിക്കുന്നു. നാം ഇവിടെ ആയിരിക്കുന്നതിന് കാരണം ദൈവത്തിന്റെ ദൂതന്മാർ കാവലായതുകൊണ്ടാണ്. ഹല്ലേലൂയ. രക്ഷിക്കുന്നവനായി യഹോവ അതിന്റെ നടുവിൽ ആയിരിക്കുന്നു. രണ്ട് വാക്യങ്ങൾ കൂടി ഓർപ്പിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യം. 1 ശമൂവേൽ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലെ സെയിം വാക്യം തന്നെയാണ്. അതിന്റെ ഒരു ആവർത്തനം പോലെ തന്നെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. 1 ശമൂവേൽ 2-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെ അവിടെ ഇങ്ങനെ വായിക്കുന്നു: കൊല്ലുവാനും ജീവിപ്പിക്കുവാനും പാതാളത്തിൽ ഇറക്കുവാനും ഉദ്ധരിക്കുവാനും ദാരിദ്ര്യവും ഐശ്വര്യവും തരുവാനും താഴ്ത്തുവാനും ഉയർത്തുവാനും എല്ലാം നമ്മുടെ ദൈവത്തിന്. അനേക കാര്യങ്ങൾ അതിനകത്തുനിന്ന് ഓർപ്പിക്കാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ അതിനെ വിശദീകരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഹല്ലേലൂയ. ദൈവം ജീവിപ്പിക്കുന്ന ദൈവം, അതോടൊപ്പം തന്നെ അവൻ കൊല്ലുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. അവൻ പാതാളത്തിൽ ഇറക്കുന്ന ദൈവമാണ്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാമോ? അവൻ പാതാളത്തിൽ നിന്ന് നിന്നെ കരകയറ്റുന്ന ദൈവമാണ് ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദൈവം പറഞ്ഞിരിക്കുന്നത് അവന്റെ പ്രാണനെ ആത്മ പാതാളത്തിൽ നിന്ന് അവൻ വിടുവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മെ വിടുവിക്കുന്ന ഒരു നല്ല ദൈവമാണ് ഇന്ന് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ദൈവം നമ്മെ ഉയർത്തുവാനായിട്ട് പൗലോസ് തന്റെ ലേഖനത്തിൽ ഓർപ്പിച്ചിരിക്കുന്നത് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ നിങ്ങൾ ദൈവത്തിന്റെ കൈ കീഴിൽ താണിരിപ്പിൻ, അവൻ നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. ഇനിയും ഒരു വാക്യം ഞാൻ ഓർപ്പിക്കുന്നത് സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ 11-ാം വാക്യം. അവിടെ ഇങ്ങനെ ഓർപ്പിച്ചിരിക്കുന്നു. സഭാപ്രസംഗി 9-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ വേഗതയുള്ളവർ, ധാരാളം ഓട്ടവും സ്വന്തം മത്സരങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്ന ധാരാളം ആളുകളുണ്ട് ദൈവത്തിന്. ഹല്ലേലൂയ. അവിടെ ഓർപ്പിക്കുന്നത് സ്തോത്രം വേഗതയുള്ളവർ ഓട്ടത്തിൽ, പിന്നെ വീരന്മാർ യുദ്ധത്തിലും എന്ത് ചെയ്യുന്നില്ല, അവര് നേടുന്നു. നമ്മൾ സാധാരണ വിചാരിക്കുന്നത് സ്തോത്രം വേഗതയുള്ളവരാണ് എന്ത് ചെയ്യുന്നറിയാമോ? ഓട്ട മത്സരത്തിൽ ജയിക്കുന്നു. സ്തോത്രം. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കുന്നു സ്തോത്രം അഭ്യസനം പ്രാപിച്ച വീരന്മാർ അവരാണ് യുദ്ധത്തിൽ വിജയാളികളായി തീരുന്നതെന്നാണ് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നത് അതിന് വിരുദ്ധമാണ്. സ്തോത്രം. വേഗതയുള്ളവർ ഓട്ടത്തിൽ, വീരന്മാർ യുദ്ധത്തിലും വിജയം നേടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വിജയം നേടുന്ന ഒരുവരുണ്ട്. അവരാണറിയാമോ? യഹോവയെ തന്റെ ആശ്രയമാക്കി. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിത യാത്രയിൽ നീ ഓടുമ്പോൾ പ്രൈസ് ദി ലോർഡ് നിനക്ക് വിജയം നൽകുന്നത് ഒരു നല്ല ദൈവമാണ്. ജീവിതയാത്രയിൽ അഭ്യസനമില്ലാതെ സ്വന്തം യുദ്ധത്തിൽ എങ്ങനെ പോരണമെന്ന് നിനക്കറിയുവാൻ കഴിയാതെ നീ ഭാരപ്പെടുമ്പോൾ ആ യുദ്ധത്തിൽ നിനക്ക് വിജയം നൽകുന്നത് ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, അവൻ യുദ്ധത്തിനായിട്ട് എന്റെ കൈകളെയും പോരിനായിട്ട് വിരലുകളെയും അഭ്യസിപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം. നിനക്ക് മുൻപരിചയമൊന്നുമില്ലെങ്കിലും സ്വതം നീ നേരിടുന്ന നിന്റെ ജീവിതത്തിന്റെ
പരാജയത്തിന് അല്ലെ ജീവിതത്തിന്റെ യുദ്ധത്തിന്റെ വേളകളിൽ സ്തോത്രം നിനക്ക് അന്നേരം അഭ്യസനം നൽകി അവിടെ വിജയിക്കുവാൻ വിജയാളിയായി തീരുവാനുള്ള കൃപ നിന്റെ മേൽ പകരുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന് നിങ്ങൾ ശമൂവേലിന്റെ പുസ്തകത്തിലോട്ട് പോയാൽ, അതായത് ദാവീദ് ഗോലിയാത്തുമായിട്ട് യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ പോരിന് വേണ്ടി ഇറങ്ങുന്ന ആ സന്ദർഭത്തിൽ ദൈവത്തിന് സ്തോത്രം വളരെ മല്ലനായ ആ ഗോലിയാത്തിൽ നിന്നുകൊണ്ട് 40 ദിവസം ഇസ്രായേൽ ജനത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്ന ആ അവസരത്തിൽ യാതൊരു യുദ്ധാഭ്യാസമില്ലാത്ത സ്തോത്രം ഹല്ലേലൂയ യാതൊരു പരിചയമില്ലാത്ത ദാവീദ് ദൈവത്തിന് സ്തോത്രം അവിടെ നിന്ന് ഗോലിയാത്തിനോട് പറയുന്ന ഒരു കാര്യം. ആ കാര്യം എന്താണെന്ന് അറിയാമോ? 1 ശമൂവേൽ 17-ാം അധ്യായത്തിൽ 47-ാം വാക്യത്തിൽ അവൻ പറയുകയാണ്, യഹോവ വാളുകൊണ്ടും കുന്തം കൊണ്ടും മാത്രമല്ല രക്ഷിക്കുന്നു. അല്ലെ, യഹോവ വാളുകൊണ്ടും കുന്തം കൊണ്ടും മാത്രമല്ല രക്ഷിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. The Lord does not save with the sword and spear, for the battle is the Lord and he will give you into our hand. ദൈവത്തിന്റെ സ്തോത്രം. യഹോവ എന്നറിയാമോ? അവൻ യുദ്ധവീരനാണ്. അവൻ യുദ്ധം നടത്തും. അവൻ എനിക്ക് വേണ്ടി വിജയം നൽകും. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. സ്വന്തം പണ്ഡിതരായവർ അവിടെ ഇരിക്കട്ടെ, ആയുധം കയ്യിലുള്ളവർ അവിടെ ഇരിക്കട്ടെ, വേഗതയുള്ളവർ അവിടെ ഇരിക്കട്ടെ, അഭ്യാസമുള്ളവർ അവിടെ ഇരിക്കട്ടെ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവ വാൾ കൊണ്ട് കുന്തം കൊണ്ട് മാത്രമല്ല നിന്റെ മേലുള്ള ദൈവകൃപ, നിന്റെ മേലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഹല്ലേലൂയ ഗോലിയാത്തിനെ പരാജയപ്പെടുത്തുവാൻ മതിയായ അഭിഷേകമാണ് ദൈവം. ഇന്ന് പകൽക്കാലം അഭിഷേകമാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ അഭിഷേകത്താൽ നമ്മെ നിറച്ച് നമ്മെ ദൈവത്തോടെ നടത്തുവാൻ തോന്നും മതിയായ ഒരു ദൈവമാണ്. ആ ദൈവം ഇന്ന് പകൽക്കാലം രക്ഷിക്കുന്നവനായി നമ്മുടെ നടുവിൽ ആയിരിക്കും. ഓർപ്പിച്ച് ഞാൻ ഒരു വാക്കിൽ അവസാനിപ്പിക്കുവാൻ താല്പര്യം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബെഥസ്ദ കുളക്കരയിലേക്ക് യേശു ഒരിക്കൽ കടന്നു. അതായത് ദൂതന്മാരെ അയച്ച് സ്തോത്രം വല്ലപ്പോഴും കുളം കലക്കി ആ കുളത്തിന്റെ കരയിൽ കടന്നു വന്നിരിക്കുന്ന കുരുടര്, മുടന്തര്, അതുപോലെ തന്നെ മറ്റു പലവിധ വ്യാധികളാൽ നിറഞ്ഞു ആ കുളക്കരയിൽ ഇങ്ങനെ ക്യാമ്പടിച്ച് ദൂതൻ വെള്ളം കലക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങി സൗഖ്യമാകുവാൻ താല്പര്യത്തോടുകൂടി ആയിരിക്കുന്നു. എന്നാൽ ഒരു ദിവസം ഈ ദൂതനെ അയച്ച യേശു കർത്താവ് അവിടെ വന്നപ്പോൾ ഇവിടെ കിടന്ന ആർക്കും അത് മനസ്സിലായി. എന്നാൽ യേശു ഒരുവിന്റെ അടുക്കൽ ചെന്നു അവനോട് ചോദിച്ചു, എന്താ വെച്ചത്, നിനക്ക് സൗഖ്യമാകാൻ ഇപ്പോഴാൻ പറഞ്ഞത് അവര് ചെറിയ അനുഭവസാക്ഷി. ഞാൻ 38 വർഷമായിട്ട് ഞാനിവിടെ കിടക്കുകയാണ്. ഞാൻ പല അവസരത്തിലും ഈ കുളത്തിലോട്ട് ഇറങ്ങി സൗഖ്യമാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പരിശ്രമിച്ചു. പക്ഷേ ഞാൻ ചിലതിന് വേറെ എടുത്തിട്ട് എനിക്ക് മുമ്പായി ഇറങ്ങി അവൻ സൗഖ്യം പ്രാപിച്ച് നമ്മളോട് കർത്താവെന്ന് ചോദിച്ചാൽ ഇതിന് നമ്മൾ പറയും, എനിക്ക് 19 വർഷമായി ഷുഗറും പ്രഷറും ഒക്കെ തുടങ്ങിയിട്ട് ഇപ്പോഴും അതുകൊണ്ട് സ്തോത്രം. എന്നാൽ യേശു ചോദിക്കുക, സ്തോത്രം, ഇത് എത്ര വർഷമായിട്ട് നീ കൊണ്ടു നടക്കുന്നല്ല യേശു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട്. ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കും ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലൊക്കെ പലവിധമായ പ്രയാസം അനേക നാളുകളായി നമ്മൾ വഹിച്ചുകൊണ്ട് നടക്കും. സ്തോത്രം ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരോട് വലിയ സാക്ഷ്യമായിട്ട് പറയുക എനിക്കുണ്ട്. സ്തോത്രം. ഒരാൾ പറയുമ്പോൾ എനിക്കുണ്ട് പേടിക്കണ്ട, 50 വർഷമായി അല്ലെ 15 വർഷമായി, അതുകൊണ്ട് ഇതുകൊണ്ട് എല്ലാം നമുക്കെല്ലാവർക്കും ഉണ്ട്. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ദൈവം ചോദിക്കാൻ, നിനക്ക് ഇന്നു പകൽ സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിനക്ക് ഇന്ന് പകൽക്കാലം സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അതോ നീ എന്നും ഈ ഇതുണ്ടെന്ന് പറഞ്ഞ് നടക്കുകയാണോ? എന്നാൽ സ്തോത്രം യേശു പറയുന്നതിന്റെ കിടക്കയെടുത്ത് സ്തോത്രം നീ പോക എന്ന് പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റെന്നാണ് വായിക്കുന്നത്. അവൻ രക്ഷിക്കുന്ന ദൈവമായിട്ട് അവിടെ വരികയായിരുന്നു. അവൻ വിടുവിക്കുന്ന ദൈവമായിട്ട് അവിടെ വരികയായിരുന്നു. അവൻ സൗഖ്യമാക്കുന്ന ദൈവമായിട്ട് അവിടെ വരികയായിരുന്നു. ഇന്ന് പകൽക്കാലം കൂടി ആയിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ഭാര്യങ്ങൾ എന്തായിരുന്നാലും അതിനെ മാറ്റിക്കൊണ്ട് അതിനെ സൗഖ്യം നൽകിക്കൊണ്ട് ഹല്ലേലൂയ, നിന്റെ ഭാരം എത്ര വലുതായിരുന്നാലും എത്രമേറെ വർഷങ്ങൾ നീണ്ടതായിരുന്നാലും ഒരു സൗഖ്യത്തിന്റെ കരമായിട്ട് വിടുവിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം